താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688-ലാണ്. 1492-ൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917-ൽ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി പതിനാലാമൻ. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു. ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഹാരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമണം അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് ബിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്തത് അഖിലത്തിരുട്ട്. ജാതി മീമാംസ, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ഓപ്പറേഷൻ ഗംഗ ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂകമ്പനാഭി. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏതു ഘട്ടത്തിലാണ്? യുവത്വഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഡയമണ്ട്. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ കേപ്പൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. എം-സി റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം പച്ചക്കറിയുടെ ഉൽപാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം സിഡ്കോ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക. വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ലോക പയറുവർഗ്ഗ ദിനം ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം കൽപ്പന. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത് അറ്റോർണി ജനറൽ. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മന്ത്രിസഭ എന്നിവർ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ. ജി. ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരുന്നത് എവിടെ നിന്നാണ്? ഭരണഘടന. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടക്കുന്നത്? വില്ലൈ. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല്ല. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു കാൽസ്യം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം ഗൗട്ട്. ICDSന്റെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. എലിസ ടെസ്റ്റ് എന്തിന്റെ രോഗനിർണയത്തിനാണ്? എയ്ഡ്സ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോംബെഡിലേക്കായതിനാൽ പരുക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തിയ ന്യൂട്ടന്റെ ചലന നിയമം രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ളിലെ കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇതിൽ താഴെ സൂചിപ്പിക്കുന്നത് ഏത് ലെൻസാണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. നിക്രോമിന്റെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കുവാനുള്ള കഴിവ്. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം EOS-06. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടത് വശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽ നിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്തത്? ക്രോമിയം. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗം ലീച്ചിങ്. മുകളിൽ തന്നിരിക്കുന്ന വരികളുടെ രചയിതാവ്? വയലോപ്പള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി? പാവക്കുട്ടി ഗ്രേസി. എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ.
തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ദി ക്രിയേഷൻ ഓഫ് ആദം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. ഏഷണി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആർഷം. വിനിയോഗം എന്ന വാക്കിന്റെ വിപരീതം സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഗഗം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ദ്രോണർ. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്തുവാലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരിച്ചറിയുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി. IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവാണ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയും. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിലെ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന പ്രസ്താവന ശരിയാണ്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ്ഡ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 മില്ലി ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് കോഡ്പ നിയമപ്രകാരം ശരിയായത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോഡ്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികൾ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച ലഹരി വർജന മിഷൻ വിമുക്തി. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ തെറ്റാണ്. ബീഹാറിൽ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്.
തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി മൂന്നാമത്തത് തെറ്റാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. എറണാകുളത്ത് മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-ന്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തൈവാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ്ങാണ്. സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നാഗ്പൂർ നിസ്സഹകരണ പ്രസ്ഥാനം, സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹനവൃഷ്ടി. മൺസൂൺ കാലത്തിനു മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ. സൂര്യനെപ്പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ചെടുത്ത പേടകം ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ at 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ്. ഓപ്ഷൻ ബി നാലാമത്തത് തെറ്റാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വകുപ്പ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 6 മുതൽ 11 വരെ വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസരസമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡ്. മൗലിക കർത്തവ്യങ്ങൾ. റഷ്യ. അവശിഷ്ടാധികാരം. കാനഡ. ഭരണഘടനാ ഭേദഗതി. ദക്ഷിണാഫ്രിക്ക. ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതിയാണ് ആൻസർ. ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഹംഫ്രി ബർക്കലി. സ്പിരിറ്റ് ഓഫ് ലോ. മൊണ്ടസ്ക്യൂ. ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ സി 2. ബൽവന്തറായ് കമ്മീഷൻ 1957. അശോക് മേത്ത കമ്മീഷൻ 1977. സർക്കാരിയ കമ്മീഷൻ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370
കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് 2019-ലാണ്. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതി അനന്തരഫലമായി പെടാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 2. 10ാം പട്ടിക പെടുന്നില്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി PhD വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡയോക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത്. മനുഷ്യഹൃദയത്തിന്റെ പേസ്മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപൗഡിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർക്കുക. മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുവാനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഘർഷണബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് BCl3 Xന് 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ XYയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രവാക്യം XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂമിൽ എന്ന യാത്രാവിവരണം ആരുടേതാണ്? MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. സ്ട്രൈക്ക് വൈൽ ദി അയേൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന്റെ അർത്ഥം കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിച്ചാൽ പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് അധ്യാപകർ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക. വിണ്ടലം വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ കന്മതിൽ. ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം ഉന്മീലനം നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയുവാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾ അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക.
മയക്കുമരുന്ന് നിരോധന നിർമ്മാർജ്ജന നിയമം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുവാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടുന്ന മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓരോ 400 കിലോമീറ്റർ ദൂരത്തിലും 0.1 വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 3ഉം 4ഉം തെറ്റാണ്. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോഡ്പ ആക്ട് 2003ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗവും നിരുത്സാഹപ്പെടുത്തുക. കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം. പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവരസാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടിയുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം 18-ൽ താഴെയാണെങ്കിൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ: സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി. പ്രകാശം. താഴെ പറയുന്നവയിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? NV ജോസഫ്, C. കേശവൻ, TM വർഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ശ്രീലങ്ക.
ആൻഡമാൻ ദ്വീപുസമൂഹത്തെയും നിക്കോബാർ ദ്വീപുസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10° ചാനൽ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തം 8°4' നോർത്ത് ടു 37°6' നോർത്ത്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത്. ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിങ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ലോകബാങ്ക്, വാഷിംഗ്ടൺ DC. ഭാരതീയ റിസർവ് ബാങ്ക്, മുംബൈ. അന്താരാഷ്ട്ര നാണയനിധി, വാഷിംഗ്ടൺ DC. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995-ലാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന GATT പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മെഹലനോബിസ് ആണ് എന്നത് തെറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950-ലാണ്. ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി PC മെഹലനോബിസ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് 1970-കളുടെ മധ്യം മുതൽ 80-കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 2021 ജനുവരി 1-ന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതി. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജകമണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര് റെജിമാൻഡറിംഗ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജകമണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകാനുള്ള ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാമിൻലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് കോ വാറന്റോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 323A. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായു വിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500-നും 3000 മില്ലിലിറ്ററിനും ഇടയിൽ. നിശ്വാസ സംഭരണം 1000-നും 1600 മില്ലിലിറ്ററിനും ഇടയിൽ. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിൽ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. സസ്യപ്ലവക ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായത്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. ഇത് 2020-ലാണ് പ്രഖ്യാപിച്ചത് വന്യജീവി സങ്കേതമായിട്ട്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റ് പദ്ധതികൾ ഏതെല്ലാം?
നയനാമൃതം, പാദസ്പർശം, സിറസ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ സൈക്കോ-ഡി. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി 0. ഒരു കേന്ദ്രീകൃത ദ്രവ്യത്തിന് ഉപയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം? ജാവലിൻ മത്സരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് DLV-TB. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ബോയിൽ നിയമം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നൊബേൽ സമ്മാനം നൽകിയത്? ആസ്മെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. താഴെ തന്നിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ? ഇന്ദുലേഖ, ശാരദ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർ അനുയോജ്യമായവ മാത്രം തിരഞ്ഞെടുക്കുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കഥാകാരൻ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ P. ജയചന്ദ്രൻ. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ മൂന്നാമത്തെ പദമാണ് ശരി. സ്വച്ഛന്തം. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്ക്? ഓപ്ഷൻ സി ആണ് ആൻസർ. പിണം, ബധിരം എന്നിവ രക്തത്തിന്റെ പര്യായമല്ല. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും? ഓപ്ഷൻ ബി ആണ് സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം. തുലാം പ്ലസ് ഇന്റെ ചേർത്ത് എഴുതിയാൽ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തത് തുലാമിന്റെ. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം? അപരാധക. പൂജക ബഹുവചനം? വേടർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ? മരത്തിന്റെ കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത്ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം നിസ്വാതന്ത്ര്യം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ മറ്റ് ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ചേർക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ സി. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോട്ട്ബ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ്? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്ബ ആക്ട് പ്രകാരം ചുമത്താവുന്ന പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പാദന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന
ഭവിഷ്യത്തുക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 49. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സു മുതൽക്കാണ്? 23. ഐ.ടി ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവു ശിക്ഷ ജീവപര്യന്തം. ഐ.ടി ആക്ട് 2000 സെക്ഷൻ 77(b) പ്രകാരം തടവു ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം? 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. 1ഉം 3ഉം തെറ്റാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടായിരുന്നു. ശരിയാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യാ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്ക് സംവിധാനം ചെയ്ത ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനയാണ്? 4ാമത്തെ പ്രസ്താവനയാണ്. കാർവേ കമ്മിറ്റി. 1991 ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ചത്. ആഗോളവൽക്കരണവും നരസിംഹം റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഗോതമ്പ്. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് തെറ്റ്? ഇന്ത്യയുടെ സ്ഥാനം 3ാമത് എന്നത് തെറ്റാണ്. ഇന്ത്യയുടെ സ്ഥാനം 4 ആയിരുന്നു. ഇന്ത്യക്ക് 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഫുവിൽ ആണ് നടന്നത്. അടുത്തത് നടക്കാൻ പോകുന്നത് ജപ്പാനിലാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 2 ആണ്. ശരിയായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു. ഈ 2 പ്രസ്താവനകളും രാസവളം, കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു എന്നിവയും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1, 3 എന്നിവ ശരിയാണ്. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി. രാമസുബ്രഹ്മണ്യം. ഭരണഘടനയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് 1, 2 എന്നിവ ശരിയല്ല. ശരിയായത് 1973 സുപ്രീം കോടതി വിധിപ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 1989 61ാം ഭേദഗതി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായത് 1, 2 എന്നിവ ശരിയാണ്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4.
കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോടുകൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണും. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 9 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവ ഏതെല്ലാമാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ബുജിയ, എനിഗ്മചന്ന ഗൊല്ലം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ തിളനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ ആകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം 7ന് മുകളിൽ. ആറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5 മോൾ. ഇലക്ട്രിക് അയേൺ ബോക്സിൽ ഹീറ്റിംഗ് എലമെന്റായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്? പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 3 തെറ്റാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റിന് ജയം. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് 3ാം കിരീടമാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. 3ാമത്തെ പ്രസ്താവനയാണ് ശരി. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല? 14 ദിവസം. BNSന്റെ ഏതു അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുവാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 7 വർഷം വരെ തടവ്. BNSS സെക്ഷൻ 47 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശേഷിപ്പിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരായ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുവാനോ ചെയ്താൽ അയാൾ ആക്രമണം എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയമം പ്രകാരം കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമായോ താൽക്കാലികമോ ആയ താമസസ്ഥലം, ഗ്രാമത്തിലോ
സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തിലോ ഏതെങ്കിലും മൃതദേഹത്തിന്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്താൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. എക്സും വൈയും. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ? തദ്ദേശ ഭരണത്തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമാണ്? സെക്ഷൻ 19, 24, 27A. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാം. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ 66A. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ 66D. സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ 66E. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേഷക. നിഷ്ഫലയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാകദന്ത ഗവേഷണം. നിരാമയം പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനർത്ഥമുള്ളത് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് പാലോടു ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് പ്രാകൃതമായ. കാട്, കാനനം, ഗഹനം, വിപിനം.